നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പഞ്ചാബിന്റെ വിപ്ലവ ഗായകൻ അമർ സിംഗ് ചങ്കീലയുടെ കഥ ചിത്രമാകുന്നു. ചിത്രം സംവിധാനം ചെയ്യുന്നത് മറ്റാരുമല്ല, പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ ഇംതിയാസ് അലി. നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം AR റഹ്മാൻ, ഇംതിയാസ് അലി എന്നിവർ ഒന്നിക്കുന്നു എന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട്. പഞ്ചാബി ഗാനശാഖയിൽ അമർ സിംഗ് ചങ്കീലയും ഭാര്യ അമർജോത് കൗറും നൽകിയ സംഭാവനകൾ ധാരാളമാണ്. ഇരുവരുടെയും ഗാനങ്ങൾ ദേശങ്ങൾ വിട്ട് വിദേശത്തും ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഒരു കാലത്ത് ഇവരുടെ ഗാനങ്ങൾക്കായി ചെവി കൂർപ്പിച്ച് പഞ്ചാബ് ഉറക്കമുളച്ചിരുന്നു. എന്നാൽ മദ്യപാനവും പെട്ടെന്നുള്ള കോപവും ചങ്കീലയ്ക്ക് ആരാധകർക്കിടയിൽ അതൃപ്തി ഉളവാക്കുകയായിരുന്നു. 1988 ചങ്കീലയും ഭാര്യ അമർജോതും സംഗീത പരിപാടിക്കിടെ വെടിയേറ്റ് വീഴുകയായിരുന്നു. അശ്ലീല ചുവ ഗാനങ്ങൾ കടന്നുകൂടിയതാണോ മരണകാരണമെന്ന് വ്യക്തമല്ല. 33 വർഷങ്ങൾക്കും ഇപ്പുറം ചങ്കീലയുടെ കഥ സിനിമയാകുമ്പോൾ ചങ്കീലയായി എത്തുന്നത് പഞ്ചാബികളുടെ ഹരമായ ദിൽജിത്താണ്. ഭാര്യയുടെ വേഷം കൈകാര്യം ചെയ്യുന്നതാകട്ടെ പരിനീതി ചോപ്രയും. AR റഹ്മാൻ ഈണമിട്ട മേം ഹു പഞ്ചാബ് എന്ന ഗാനം ഇതിനോടകം നെറ്റ്ഫ്ലിക്സ് അടക്കം എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഹിറ്റാണ്. ഇർഷാദ് കാമിൽ ഈണമിട്ട വരികൾക്ക് അവാർഡ് ജേതാവ് മോഹിത് ചൗഹാനാണ് ഗാനമാലപിച്ചിരിക്കുന്നത്. സംഗീതത്തിന്റെ ആകാശ ധൂമകേതുക്കളെ പോലെ തിളങ്ങിയ സംഗീത വ്യക്തിത്വങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ തന്റെ സംഗീതം ഉപകരിക്കട്ടെ എന്നാണ് AR റഹ്മാൻ ഈ ഗാനത്തെക്കുറിച്ച് പറഞ്ഞത്. ചംകീല എന്ന ഇതിഹാസത്തെ തന്റെ ഗാനാസ്വാദകർ ചെവിക്കൊള്ളണമെന്ന അഭ്യർത്ഥനയും AR റഹ്മാൻ നടത്തുകയുണ്ടായി. പഞ്ചാബികളുടെ ഹൃദയത്തുടിപ്പായ ചങ്കീലയ്ക്ക് ജീവൻ നൽകാനായതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ഇംതിയാസ് അലിയും വ്യക്തമാക്കി.